മോനെ, അങ്ങോട്ട് പോണ്ട, വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. One, two, three, four. 1, 2, 3, 4, 5, 6, 7, 8. നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 1, 2, 3, 4, 5, 6, 7, 8. അവരുടെ മുമ്പിൽ കുരങ്ങ് കളിച്ച് പച്ചന് തൃപ്തിയായല്ലേ? എന്തിനാ അച്ഛൻ എന്റെ ജീവിതം കൂടെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇനിയെങ്കിലും അച്ഛന് കുടിക്കാതിരുന്നൂടെ? അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് അമ്മയോ ഇല്ല, അച്ഛൻ കൂടി ഇങ്ങനെ ആയാലോ? അമ്മയെ പറ്റി ഓർമ്മിപ്പിക്കാതെ മോളെ. അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒരുപാട് കുടിക്കേണ്ടി വരും. നീ ഒരു 10 രൂപ ഇങ്ങതാ. ഇല്ല. ഒരു 10 രൂപ ഇല്ല. 5 റുപ്പീസ് തരില്ല. 5 റുപ്പീസ് തരില്ലാന്ന്. വേണ്ട വേണ്ട. ചേച്ചി, ചേച്ചി ഒന്ന് സമാധാനപ്പെടുകയും ചെയ്യും. ചേച്ചി എന്താ, എന്ത് പറ്റി? ആശുപത്രി കിടന്ന ശാരദയുടെ ഭർത്താവ്. വരൂ ചേച്ചി, നമുക്ക് അകത്തേക്ക് പോവാം. വരൂ. മരിച്ചതല്ല, ശരിക്കും പറഞ്ഞ കൊന്നതാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞു. ടെസ്റ്റ് എടുക്കാതെ പെൻസിൽ ഇഞ്ചക്ഷൻ കൊടുത്തതാണ് കാരണം. ഇങ്ങനെ തന്നെയല്ലേ 2 ആഴ്ചയ്ക്ക് മുമ്പ് മേരിയുടെ കുഞ്ഞ് മരിച്ചത്? ആരാ ചോദിക്കാനും പറയാനോ ഉള്ളത്? ആകെയുള്ളൊരു ഹോസ്പിറ്റൽ, കയ്യിൽ പണമുണ്ട്, എന്തിനോ ആസ്വാദിനോ. ഡാൻസ് സ്കൂൾ നടത്താനും തയ്യൽ പഠിപ്പിക്കാനും മാത്രം ഉള്ളതല്ല നമ്മുടെ ഈ വനിതാ കേന്ദ്രം. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കണം. വാ, നമുക്ക് ചോദിക്കാം, വാ. എവിടെയാ നിങ്ങളുടെ ഡോക്ടർ? എന്തിനാ ചൂടാകുന്നത്? ആദ്യം ഓപ്പി ചെന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വാ. ടിക്കറ്റ് എടുക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഡോക്ടർ ഇവിടെ ഉണ്ട്. നിങ്ങളിൽ ആർക്കാ അസുഖമുള്ളത്? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. ഞങ്ങൾ അസുഖമുള്ള ഡോക്ടറെ കാണാൻ വന്നതാ. ആ, പറയണം. ഇവിടെ തങ്കപ്പൻ നായർ എന്നൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരുന്നോ? അത് രജിസ്റ്റർ നോക്കണം. എന്നാൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇവിടുത്തെ അനാസ്ഥ കാരണം മരിച്ചുപോയി. ഞങ്ങളുടെ അറിവിൽ 2 മാസത്തിനകം നടക്കുന്ന 3ാമത്തെ മരണമാണിത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എനിക്കോ? സ്നേഹം കൊണ്ട് ആരും ഇവിടെ വരാറില്ല. രോഗിയാകുമ്പോഴാ മനുഷ്യരിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും രക്ഷപ്പെടും എന്ന വാക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. താൻ പാതി ദൈവം പാതി എന്നാ പ്രമാണം. എന്റെ പാതി ഞാൻ ചെയ്തു, ദൈവം അങ്ങേരുടെ പാതി ചെയ്തില്ല. നിങ്ങൾ പോയി ദൈവത്തിനോട് കംപ്ലൈന്റ് പറ. സൗകര്യങ്ങളുള്ള ഒരേ ഒരു ആശുപത്രി ഈ നാട്ടിലുള്ളൂ എന്ന് കരുതി ആൾക്കാർ ഇങ്ങനെ മുതലെടുക്കരുത്. ആശുപത്രിക്കകത്ത് നിന്ന് ഡോക്ടറോട് സംസാരിക്കുന്നതിന് മര്യാദ വേണം. ആ മര്യാദ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. ആശുപത്രിയോ? ഇതോ? ഇത് ആശുപത്രിയല്ല, ഇതൊരു ശവപ്പറമ്പാണ്. ഇതൊരു ദേവാലയമാണ് ഡോക്ടർ. ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാരുടെ അഭിപ്രായമാണ്. എന്റെ ഒറ്റയാളിന്റെ പരിശ്രമം കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദേവാലയമാണെങ്കിൽ ഇവിടെ ദേവന്മാര് മാത്രമല്ല അസുരന്മാരും ഉണ്ട്. സമരം 55ാം ദിവസമാ. ഞാൻ തല ഊനിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പരിശ്രമം കൊണ്ട് ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ടാക്കി കൊടുക്കുന്നത് നന്മയല്ല, അവസരം കിട്ടിയ അവകാശം പറിച്ചില്ല. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അതൊക്കെ എനിക്കറിയാം. ഫാദർ ഫെട്ടി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയുടെ കാര്യവും മരണത്തിന്റെ കാര്യവും എല്ലാം. മലയാളി ബോംബെക്കാൾ വന്നിട്ടുണ്ട്. ഇതാണൊരു തൊന്തരവ്. ഡോക്ടർ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയാട്ടെ, ഞാൻ ഇപ്പോ വരാം. മിനി, പുതിയതായിട്ട് വിലക്കെടുത്ത ഡോക്ടറാണ് നിൽക്കുന്നേ. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അല്ലേ? അതെ, ഡോക്ടർ ജെയിംസ് വർഗീസ്. എന്താ തുമ്മലിന്റെ അസുഖമുണ്ടോ? തുമ്മിയതല്ല, ആട്ടിയതാ. കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ പേരിൽ. കാണുന്ന ആൾക്കാരെയൊക്കെ ആട്ടണമെന്നാണോ കസ്തൂർബ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? കസ്തൂർബ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞതാ. വെള്ളക്കുപ്പായോട്ട് ഇതിനകത്ത് കയറി വേഷം കിട്ടിയ പല ഡോക്ടർമാരെ ഞങ്ങൾ കണ്ടു. അവരെയൊക്കെ വളരെ വൈകി ആട്ടിയത്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയി തരാന്ന് വെച്ചു. നിൽക്കൂ. എന്നെ ആട്ടിയത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായി ആട്ടുന്നത് നിങ്ങളാണ്.
ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന എന്തും അങ്ങേയറ്റം വിലമതിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനി പൊയ്ക്കോളൂ. യെസ്, അതെ, ഇന്നെന്തായാലും വേണ്ട. പുതിയ ഡോക്ടർക്ക് ഞാൻ ഡിന്നർ കൊടുക്കുക. ഡോക്ടർ വന്നു കഴിഞ്ഞു. മോളി ദേവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വെക്കാവോ അല്ലേ? താങ്ക്സ്. ഇപ്പൊ വേണമെന്നില്ല. എന്താ കഴിക്കില്ലേ? കഴിക്കാറുണ്ട്, ഇപ്പൊ വേണമെന്നില്ല. ഇതെല്ലാ മാന്യന്മാരുടെയും കുടിക്കുന്നതിന് മുമ്പുള്ള ഡയലോഗാ. ക്ഷമിക്കണം, അതിൽ ചെറിയൊരു ഭേദഗതി വരുത്തണം. ഒന്നാമത്, ഞാൻ അങ്ങനൊരു മാന്യനല്ല. രണ്ടാമത്, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വെച്ച് കണ്ടുമുട്ടുന്ന പരിചയത്തിന്റെ പുറത്ത് കഴിക്കാവുന്നല്ലോ ഇത്. റൈറ്റ്? അതിന് അല്പം അടുപ്പ് ആത്മാർത്ഥം വേണ്ടേ? നമുക്ക് കഴിക്കാം. വെരി ഗുഡ്. തങ്കം, തങ്കം, എന്താ? ഒരു സോഡ. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്റെയും എന്റെ അച്ഛന്റെയും സാമ്രാജ്യമാണ്. പണത്തിന് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ വരാൻ കഴിയുന്ന ഒരേ ഒരു ബാങ്ക് എന്റെ അച്ഛൻ. ആർക്ക് രോഗം വന്നാലും വിദഗ്ധമായ ചികിത്സയ്ക്ക് ഒരേ ഒരു ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ. ആർക്ക് മരുന്ന് വാങ്ങണമെങ്കിലും ഒരേ ഒരു മെഡിക്കൽ ഷോപ്പ്, എന്റെ അമ്മാവൻ്റേത്. ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും എക്സ്റേ എടുക്കാനാണെങ്കിലും ഒരേ ഒരു ക്ലിനിക്കൽ ലാബറട്ടറി, എന്റെ അളിയൻ്റേത്. എല്ലാം തികഞ്ഞ ഞങ്ങൾക്ക് ഒന്നു മാത്രമില്ല, കുഞ്ഞുങ്ങൾ. അതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. സോഡ പൊട്ടിക്കേ. ഒരു സോഡ പൊട്ടിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുന്നു. എങ്ങോട്ട് പോകുന്നു? ഡിന്നർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. സോറി, പരിചയപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി. ഇനി അവർ വെച്ച ആഹാരം ഇന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡിന്നർ കഴിക്കാതെ? സോറി. എങ്കിൽ നാളെ ആകാം. വേണ്ട, ഞാൻ നാളെ മടങ്ങിപ്പോവാണ്. വീട്ടിലെ രീതി കണ്ടിട്ട് ആശുപത്രിയെ തെറ്റിദ്ധരിക്കരുത്. വീട്ടിലെ സ്ഥിതി ഇതാണെങ്കിൽ ആശുപത്രിയിലേത് എനിക്ക് ഊഹിക്കാമല്ലോ. സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടായിട്ടും ഞാനിവിടെ വന്നത് മാനസികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ഇന്നൊരു രാത്രി താങ്കളുടെ ക്വാർട്ടേഴ്സിൽ കഴിയാനുള്ള സാവകാശം എനിക്ക് തരണം. ഗുഡ് നൈറ്റ്.